ഹലോ ഫ്രണ്ട്സ്, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫെർമി ഡയറാക് ഡിസ്ട്രിബ്യൂഷൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിൻ്റെ കേർവ് അല്ലെങ്കിൽ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം എന്നുള്ള കാര്യങ്ങളാണ്. ആദ്യം ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നോക്കാം. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും ഈക്വൽ ആണ്. അതേപോലെ തന്നെ ഇലക്ട്രോൺ കോൺസെൻട്രേഷനും ഹോൾ കോൺസെൻട്രേഷനും ഈക്വൽ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിൻ്റെ എഡ്ജിലും അതേമാതിരി വാലൻസ് ബാൻഡിൻ്റെ എഡ്ജിലാണ് ഈ ഇലക്ട്രോണിനും ഹോളിനും ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്റ്റേറ്റ്സ് ഉണ്ടാവുക. ഈ രണ്ടിൻ്റെ സ്റ്റേറ്റ്സിൻ്റെ നമ്പേഴ്സ് ഈക്വൽ ആയിരിക്കും. അതായത് വേറെ രീതിയിൽ പ്രോബബിലിറ്റീൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിൻ്റെ എഡ്ജിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റിയും വാലൻസ് ബാൻഡിൻ്റെ എഡ്ജിൽ ഹോൾസിനെ കാണാനുള്ള പ്രോബബിലിറ്റിയും സെയിം ആണ്. കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസിൻ്റെ പ്രോബബിലിറ്റി F(EC) ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വാലൻസ് ബാൻഡിൻ്റെ ഹോൾസിൻ്റെ വേക്കൻസി 1 - F(eV) ആണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതനുസരിച്ച് F(EC) = 1 - F(eV). അതായത് കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺ ഒക്യുപ്പൻസിൻ്റെ പ്രോബബിലിറ്റിയും വാലൻസ് ബാൻഡിലെ ഹോൾസിൻ്റെ ഒക്യുപ്പൻസിൻ്റെ പ്രോബബിലിറ്റിയും രണ്ടും സെയിം ആണ്. ഇനി ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് വരയ്ക്കാൻ എക്സ് ആക്സിസും വൈ ആക്സിസും വേണം. വൈ ആക്സിസിൽ എനർജിയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, എക്സ് ആക്സിസിൽ ഫെർമി ഡയറാക് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഫെർമി ഡയറാക് ഡിസ്ട്രിബ്യൂഷന് 3 വാല്യൂസ് ഉണ്ട്: 0, 1/2, 1. ആദ്യം വരയ്ക്കേണ്ടത് ഒരു വാലൻസ് ബാൻഡ് EV, പിന്നെ വരയ്ക്കേണ്ടത് ഒരു കണ്ടക്ഷൻ ബാൻഡ് EC, പിന്നെ വരയ്ക്കേണ്ടത് ഈ EF അല്ലെങ്കിൽ EI ആണ്. ഇനി ഇതെങ്ങനെ വരയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ EFൽ ഈ 1/2ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ 1 ഒരു കേർവ് ഇങ്ങനെ വരച്ച് ഈ രീതിയിൽ വരച്ച് ഈ 1/2 EFലെ ഈ 1/2 എന്ന് പറയുന്ന ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്തിട്ട് ഇത് കണ്ടക്ഷൻ ബാൻഡ് കഴിഞ്ഞ് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോകണം. ഇതാണ് നമ്മുടെ കേർവ് വരയ്ക്കേണ്ട രീതി. ഇനി ഇത് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇതിൽ ഈ ഗ്രാഫിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെർമി ഡയറാക് ഡിസ്ട്രിബ്യൂഷൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ഈ ഫെർമി ലെവലിന് സിമ്മട്രിക് ആയിരിക്കും. ഇനി ഇതിൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കണ്ടക്ഷൻ ബാൻഡ് മാർക്ക് ചെയ്യണം, വാലൻസ് ബാൻഡ് മാർക്ക് ചെയ്യണം, EF മാർക്ക് ചെയ്യണം, EI മാർക്ക് ചെയ്യണം. അതേപോലെ ഇവിടെ മാർക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഈ കേർവിന്ന് ഈ ECൻ്റെ ഈ ഒരു 0ൻ്റെ ഈ ഒരു ബൗണ്ടറിയിലേക്ക് നമ്മൾ ഒരു ആരോ മാർക്കിട്ട് മാർക്ക് ചെയ്യണം. ഇതാണ് ഇലക്ട്രോണിൻ്റെ പ്രോബബിലിറ്റി F(EC). അതേപോലെ ഇവിടെ ഈ 1 എന്ന് പറയുന്ന ഈ ബൗണ്ടറിയിൽ നിന്ന് ഈ കേർവിലേക്ക് ഒരു ആരോ മാർക്ക് ചെയ്യുക. ഇതാണ് 1 - F(eV), ഹോൾസിൻ്റെ ഒക്യുപ്പൻസിൻ്റെ പ്രോബബിലിറ്റി. ഇവിടെ കാണിക്കുന്ന ഈ F(eV) എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിലെ ഇലക്ട്രോണിൻ്റെ ഒക്യുപ്പൻസിയാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. ഇതിൽ എന്തായാലും മറക്കാണ്ട് ചെയ്യേണ്ടത് കാര്യം F(EC) റെപ്രസെൻറ്റ് ചെയ്യണം, 1 - F(eV) മാർക്ക് ചെയ്യണം, EC മാർക്ക് ചെയ്യണം, EF മാർക്ക് ചെയ്യണം, EV മാർക്ക് ചെയ്യണം. പിന്നെ അതേപോലെ ഈ എക്സ് ആക്സിസും വൈ ആക്സിസും എന്താണ് ക്വാണ്ടിറ്റീസ് എന്നുള്ളത് മാർക്ക് ചെയ്യണം. ഇനി അടുത്തത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസ് നോക്കാം. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസ് 2 ടൈപ്പാണെന്ന് പറഞ്ഞിരുന്നു, N ടൈപ്പും P ടൈപ്പും. അപ്പോൾ ഈ N ടൈപ്പിൽ ഇലക്ട്രോൺസ് ആണ് ഹോൾസിനേക്കാൾ കൂടുതൽ. അതുകൊണ്ട് ഈ ഇലക്ട്രോണിൻ്റെ പ്രോബബിലിറ്റി ഹോളിൻ്റെ പ്രോബബിലിറ്റിനേക്കാൾ വളരെ കൂടുതൽ. അപ്പോൾ F(EC) എന്ന് പറയുന്നത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 - F(eV) എന്നെഴുതാം. ഇനി ഇത് വരയ്ക്കുന്ന സമയത്ത് നേരത്തെ വരച്ച മാതിരി തന്നെ എക്സ് ആക്സിസിൽ F(eV), വൈ ആക്സിസിൽ E, ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ മെയിനായിട്ട് EFൻ്റെ കേസാണ്. അപ്പോൾ EFൻ്റെ കേസിൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ EF N ടൈപ്പിൻ്റെ കേസിൽ കണ്ടക്ഷൻ ബാൻഡിനോട് അടുത്തായിരിക്കും. ഇതാണ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിനോട് അടുത്താണ് EF. നേരത്തെ ചെയ്ത അതേമാതിരി തന്നെ EFൽ ഈ 1/2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡോട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 1ൽ നിന്ന് ഒരു കേർവ് ഈ
1/2 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് കൂടെ ഇവിടെ ടച്ച് ചെയ്യില്ല, ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇതിൽ ഇതേമാതിരി മാർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ മാർക്ക് ചെയ്യേണ്ടത് മെയിനായിട്ട് മുന്നത്തെ കേസ് ഇൻട്രിൻസിക് സെമികണ്ടക്ടറിൻ്റെ കേസിൽ പറഞ്ഞ മാതിരി EC മാർക്ക് ചെയ്യണം, EV മാർക്ക് ചെയ്യണം, EF ECനോട് അടുത്ത് മാർക്ക് ചെയ്യണം. അതേപോലെ ഈ കേർവിൽ നിന്ന് ഈ ECയിലേക്കുള്ള ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ കേർവിൽ നിന്ന് ഈ 0 എന്ന് പറയുന്ന ഈ ഒരു ബൗണ്ടറിയിലേക്കുള്ള ഈ ഒരു പോർഷനാണ് FOEC അല്ലെങ്കിൽ ഇലക്ട്രോൺ പ്രോബബിലിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു പോർഷൻ വാലൻസ് ബാൻഡിൽ നിന്ന് 1 എന്ന് പറയുന്ന ബൗണ്ടറിയിലേക്കുള്ള ഈ ഒരു പോർഷൻ, ഇതാണ് 1 - FOEV. അപ്പോൾ ഇത് വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ FOEC എന്ന് പറയുന്നത് 1 - FOEVനേക്കാട്ടിലും വലുതായിരിക്കണം. അത് മറക്കാണ്ട് അങ്ങനെ തന്നെ ചെയ്യണം, അതില്ലെങ്കിൽ മാർക്ക് അവിടെ കിട്ടില്ല. ഇനി പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ഇവിടെ ഹോൾസിൻ്റെ കോൺസെൻട്രേഷനാണ് ഇലക്ട്രോണിനേക്കാൾ കൂടുതൽ. അതുകൊണ്ട് 1 - FOEV എന്ന് പറയുന്നത് FOECനേക്കാട്ടിലും കൂടുതലായിരിക്കും. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി Y ആക്സിസിൽ Eയും X ആക്സിസിൽ FOEയുമാണ്. ഇനി കണ്ടക്ഷൻ ബാൻഡ് വരയ്ക്കുക, വാലൻസ് ബാൻഡ് വരയ്ക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത് ഇവിടെ ഈ EVനോടടുത്താണ്. ഓക്കെ, ഇനി നേരത്തെ ചെയ്ത മാതിരി 1/2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പോയിന്റ് EFൽ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 എന്ന് പറയുന്ന ഈ ബൗണ്ടറിയിൽ നിന്ന് ഈ കേർവിലേക്ക് ഉള്ള പോർഷൻ നമ്മളൊരു ആരോ മാർക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യുക, അതാണ് FOE. അതേപോലെ ഈ 1 എന്ന് പറയുന്ന ഈ ബൗണ്ടറി വാല്യൂന്ന് ഈ കേർവിലേക്ക് മറ്റൊരു ആരോ മാർക്ക് വരയ്ക്കുക, അത് 1 - FOEV. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 1 - FOEV എന്ന് പറയുന്നത് FOECനേക്കാട്ടിലും കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം ഈ വാല്യൂവിനെക്കാട്ടിലും വലുതാണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ വലുതാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തൊരു ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.